ഹലോ മച്ചമാരെ, എല്ലാവർക്കും നമസ്കാരം. പെറ്റ്സായി നമ്മൾ പൂച്ചകളെയും ഡോഗുകളെയും എല്ലാം വളർത്താറുണ്ട്. എന്നാൽ പൂച്ചയാണെന്ന് തെറ്റിദ്ധരിച്ച് കരിമ്പുലിയെ വളർത്തിയാലോ? എന്നാൽ അങ്ങനെ ഒരു സംഭവം നടന്നു അങ്ങ് റഷ്യയിൽ. വിക്ടോറിയ എന്നു പേരുള്ള ഈ യുവതിയുടെ വീട് കാടിനടുത്തായിരുന്നു. കാടിനെ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന അവൾ വെൻസ എന്ന തൻ്റെ ഇഷ്ടനായയോടൊപ്പം ഇടയ്ക്കൊക്കെ കാട്ടിലൂടെ പോയിരുന്നു. എന്നാൽ പതിവ് പോലെ കാട്ടിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ തൻ്റെ നായ ഒരു കുറ്റിക്കാടിനടുത്ത് മണം പിടിച്ച് നിൽക്കുന്നത് കണ്ടു. അതെന്താണെന്നറിയാൻ വിക്ടോറിയയും അടുത്തു ചെന്നു. കുറേ തിരച്ചിലിനൊടുവിൽ അവശയായ ഒരു പൂച്ചക്കുട്ടിയെ ലഭിക്കുന്നു. വളരെ അവശതയായതുകൊണ്ട് തന്നെ അതിനെ അവിടെ ഉപേക്ഷിച്ചു പോരാൻ വിക്ടോറിയ തയ്യാറായില്ല. തൻ്റെ ഡോഗിനൊപ്പം കൂട്ടായി തൻ്റെ വീട്ടിലേക്ക് ആ ചെറിയ പൂച്ചക്കുട്ടിയെയും കൊണ്ടുവരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഈ പൂച്ചക്കുട്ടി വെറ്റ്സ എന്ന തൻ്റെ റോഡ്വില്ലറിനൊപ്പം വളരെ അടുക്കുകയും നല്ലൊരു പെറ്റായി മാറുകയും ചെയ്തു. ദിവസങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞുപോയി. ഈ പൂച്ചക്കുട്ടിക്ക് അവർ ലൂണ എന്ന് പേരിട്ടു. ലൂണയും വെറ്റ്സയും ഒറ്റ ചങ്ങാതിമാരായി. വിക്ടോറിയയ്ക്ക് ഇത് കണ്ട് വളരെ സന്തോഷമായിരുന്നു. എന്നാൽ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും പെട്ടെന്ന് തന്നെ കടന്നുപോയി. ലൂണയുടെ പതിവില്ലാത്ത വളർച്ച കണ്ട് വിക്ടോറിയ ഒന്ന് അമ്പരന്നെങ്കിലും അതൊരു കാട്ടുപൂച്ചയായിരിക്കുമെന്ന് അവൾ കരുതി. എന്നാൽ ലൂണയുടെ വളർച്ച അവിടെ കൊണ്ടും നിന്നില്ല. അവൾ റോഡ്വില്ലറിനേക്കാളും വലിയൊരു മൃഗമായി മാറി. അപ്പോഴാണ് വിക്ടോറിയയ്ക്ക് തൻ്റെ അബദ്ധം മനസ്സിലായത്. ഇപ്പോൾ ലൂണ നല്ലൊരു ഒത്ത കരിമ്പുലിയായി മാറിയിരിക്കുന്നു. എന്നാൽ അത്ഭുതം എന്തെന്നാൽ തന്നെ വളർത്തിയ വിക്ടോറിയയെയും തൻ്റെ ഒപ്പമുണ്ടായിരുന്ന വെറ്റ്സയെയും ലൂണ ഒരു നോട്ടം കൊണ്ടുപോലും ഉപദ്രവിച്ചില്ല. അതുമാത്രമല്ല, വളരെ നല്ലൊരു പെറ്റായി ഇപ്പോഴും ലൂണ അവരുടെ ഒപ്പം നിൽക്കുന്നു. ഈ കരിമ്പുലി കുഞ്ഞിനെ കിട്ടിയ കാര്യവും ഇതിനെ വളർന്നു വലുതായ തനിക്ക് പറ്റിയ അബദ്ധവുമെല്ലാം വിക്ടോറിയ തന്നെയാണ് എല്ലാവരുമായി പങ്കുവച്ചത്. മാത്രവുമല്ല, ലൂണയുടെ പേരിൽ 4.5 മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലും ഇന്ന് നിലവിലുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോകൾ ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.